നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നടക്കുന്നത് ബീഹാറിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടെ നോക്കാം. അവിടെ പ്രചാരണം കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. മുന്നണികൾ തമ്മിൽ ശക്തമായ വാക്പോരുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തിയാണ് എൻഡിഎയുടെ പ്രചാരണം. ഇന്ത്യ സഖ്യത്തിന്റെ പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഉടൻ ബീഹാറിലെത്തും. അതിനിടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് 4 മുൻ MLA-മാർ അടക്കം 11 നേതാക്കളെ JDU പുറത്താക്കി. സജു തോമസ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. സജു, ഗുഡ് മോർണിംഗ്. ബീഹാറിൽ ഇങ്ങനെ പതിയെ വോട്ടെടുപ്പ് ദിവസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിലെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി താരപ്രചാരകരുടെ വരവാണ്. നരേന്ദ്രമോദി, പ്രധാനമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ NDAക്ക് വേണ്ടിയും, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ സഖ്യത്തിന് വേണ്ടിയും എത്തും. അപ്പോൾ ഈ പ്രചാരണം എത്ര കണ്ട് അതിൻ്റെ ഒരു ഉച്ചസ്ഥായിലേക്ക് പോകാനിരിക്കുന്നു? സൈഫുദ്ദീൻ ജിൽസി, ഗുഡ് മോർണിംഗ്. എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ NDAയുടെ ഭാഗത്തു നിന്നും വലിയ പ്രചാരണ മുഖം തുറന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ അടക്കമുള്ളവർ സംസ്ഥാനം തുടരുകയാണ്. താരപ്രചാരകരെ ഇപ്പോൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ താരപ്രചാരകരെ രംഗത്തിറക്കിയുള്ള പ്രചാരണ ഘട്ടങ്ങളിലേക്കാണ് ഇനിയിപ്പോൾ മുൻപോട്ട് പോകുന്നത്. വലിയ രീതിയിൽ ബീഹാറിനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിന് 2 ആഴ്ചകൾ ബാക്കിയില്ല, 10 ദിവസങ്ങൾ മാത്രമാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത്. ഇതിനിടയിൽ എല്ലാ പ്രചാരണ രംഗവും തുറന്നുകൊണ്ട് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയാണ് ഓരോ സ്ഥാനാർത്ഥികളും ശ്രമിക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥികളെയും വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നിലനിന്ന സംസ്ഥാനത്ത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന സമയത്ത് എല്ലാ പാർട്ടികളും ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്കുക, അതിൽ എന്ത് തന്ത്രവും ഉപയോഗിച്ച് വോട്ട് നേടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് എല്ലാ പാർട്ടികളും മുൻപോട്ട് വെക്കുന്നത്. പ്രധാനമായിട്ടും ആദ്യഘട്ടത്തിൽ മഹാസഖ്യത്തിന്റെ ഭാഗത്ത് ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെയും പരിഹരിച്ചുകൊണ്ട് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഐക്യകണ്ഠേന പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും അണിയറയിൽ സജീവമാണ്. രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ചയോടുകൂടി എത്തുമെന്നാണ് വിവരം. എന്തായാലും രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ ആഴ്ച തന്നെ എത്താൻ ഒരുങ്ങുകയാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ പ്രചാരണമുഖം തുറക്കുകയാണ് മഹാസഖ്യവും ബീഹാറിൽ. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തിയുള്ള പ്രചാരണങ്ങൾക്കാണ് NDA ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ 2 ദിവസം അദ്ദേഹം അവിടെ പ്രചാരണം നടത്തി. പ്രത്യേകിച്ച് JDU അതോടൊപ്പം തന്നെ LJPയും തമ്മിലുള്ള പ്രതിസന്ധികളൊക്കെയും പരിഹരിച്ചതിൽ പ്രധാന കണ്ണി ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയായിരുന്നു. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യമൊക്കെയും പരിഹരിക്കുന്നതിന് വേണ്ടി, അതായത് ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നതിൽ ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. JDU സ്ഥാനം അല്ലെങ്കിൽ JDUവിന്റെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ നിലവിലുള്ള നിതീഷ് കുമാറിനെ തന്നെ പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യങ്ങൾ JDU നേതാക്കൾ പറഞ്ഞെങ്കിൽ പോലും അതിനെ അംഗീകരിക്കാൻ കേന്ദ്ര BJP നേതൃത്വം തയ്യാറായിട്ടില്ല. അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും LJP അധ്യക്ഷൻ ചിരാഗ് പാസ്വാനെ മുഖ്യമന്ത്രിയാക്കുന്ന അഭ്യൂഹങ്ങളൊക്കെയും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധികൾ ഇപ്പോൾ NDA മുന്നണിയിൽ നിലനിൽക്കുകയും അതൊക്കെയും പരിഹരിക്കാൻ വേണ്ടിയാണ് ആഭ്യന്തരമന്ത്രി തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് തുടരുന്നത്. ആ സാഹചര്യമൊക്കെയും മുന്നിൽ കണ്ടുകൊണ്ട് വലിയ പ്രചാരണ മുഖം തന്നെ തുറക്കുകയാണ് ഇന്ത്യ മുന്നണി. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങൾ പ്രചാരണ മുഖത്ത് ഞങ്ങൾ മുന്നേറുകയാണ്. പക്ഷേ